ഹായ് ഹലോ, ഏട്ടച്ചൻ്റെ പെണ്ണ് എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്താണ് പലരും എന്താണ് കണ്ടിട്ടും എന്താണ് ഇത് മക്കാറാക്കി ചിരിക്കുന്ന ആ ഒരു കൂട്ടുള്ള ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമില്ല. എന്താ വെച്ചാൽ അംഗവൈകല്യമുള്ള ഒരു കുട്ടീനെ കാണുന്ന സമയത്ത് ചിലർക്ക് പുച്ഛം, അല്ലെങ്കിൽ എന്താണ് എന്തോ നടന്ന് അങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്താഗതി ഉള്ള മനുഷ്യന്മാരാണ് ഈ ലോകത്ത് ഇന്ന് വളർന്നു വരുന്നത്. ചിലപ്പോൾ ഒരു മാറ്റം ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തത് കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. അംഗവൈകല്യം സംഭവിച്ചത് അവരുടെ കുറ്റമാണോ? ഒരിക്കലുമല്ല. അതുപോലെ തന്നെ ഈ അംഗവൈകല്യം ഉള്ളത് എന്തുകൊണ്ടാണ്? അവരുടെ കുറ്റമുള്ളത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ അമ്മയും കുറ്റക്കാരിയല്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ദൈവം തന്ന നിധിയാണ് ഈ മക്കൾ. ഈ മക്കളിലൂടെ അവർ ജീവിക്കും. ചിലപ്പോൾ എന്താണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ അമ്മമാര് ത്യാഗങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ട് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളായാലും ശരി, അംഗവൈകല്യം എങ്ങനെ ആയാലും തന്നെ അവരെ കേൾക്കാൻ അല്ലെങ്കിൽ അവരെ പോലെ ഒരാളാവാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പം എന്ത് തന്നെ ആയാലും ശരി, ഞാനൊരു ദിവസം എൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്ടർ തന്നെ എന്നെ വേറൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചത് കാരണത്താലാണ് ഞാനിങ്ങനെ ഇവരെ കാണാനിടയായത്. അപ്പം എനിക്കതാണ് സാധാരണമല്ല തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളിലൂടെ, അതായത് വയസ്സ് കൂടുതലും കുറവും എന്തായാലും കുഴപ്പമില്ല. എനിക്ക് എന്താ വെച്ചാൽ അവരെ കാണുന്ന സമയത്ത് ചെറിയ മക്കളില്ലേ, ഇതിപ്പം വലിയ മുതിർന്ന ആളാവാം, പക്ഷെ എന്താ വെച്ചാൽ ചെറിയ മക്കളില്ലേ, ആ മക്കളെ പോലെയാണ് അവർ ഉള്ളത്. അവർക്ക് അതൊന്നും മുക്തി നേടാനുള്ള സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്താണ് പലപ്പോഴായിട്ട് അവരോട് എന്താണ് സ്നേഹത്തോടെ ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് മക്കളെ, സുഖാണോ, അങ്ങനെയാണോ, പലതും ചോദിക്കാറുണ്ട്. ചില മക്കൾക്ക് എന്താണ് നമ്മൾ തൊടുന്ന സമയത്ത് അവർക്ക് എന്താണ് ഒരു അരോചകരമായിട്ട് തോന്നാം, സ്വാഭാവികം. അപ്പോൾ തന്നെ എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ചില ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിരിക്കാം. ഞാൻ പലപ്പോഴായിട്ട് ആ കുട്ടികളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ മക്കള് ഒരു മോന് നല്ലോണം സംസാരിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അത് എന്താ വെച്ചാൽ വയസ്സ് ഓവർ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളെ കണ്ണിൽ അവരെ കുട്ടികളാണല്ലോ. അപ്പം തന്നെ ആ കുട്ടി എന്നോട് ഇങ്ങനെ സംസാരിച്ചു. എന്താ വെച്ചാൽ ഈ കുട്ടീൻ്റെ പേര് അതാണ്, ഇതാണ്, ഞാൻ അങ്ങനെയാണെന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആണോ എന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കുറേ നേരം ഇരുന്നു. അതുപോലെ തന്നെ പിന്നെയും ഞാൻ ഈ ഡോക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഒരു മോനെ കണ്ട സമയത്ത് മോനെന്താ വെച്ചാൽ ഈ പെൺകുട്ടികളെ ഇടയിൽ ഇരിക്കാൻ എന്തോ ഒരു ചടപ്പ്, ഒരു മടി തോന്നിയത് കാരണത്താൽ തന്നെ ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആവുന്നതും കൈ കാണിച്ചിട്ട് വാ 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ ഏച്ചിനെ കൂടി ഇരുന്നാൽ ശരിയാവോ അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ് കൂടെ പോയിട്ട് മോനെ എന്താണ് പിടിച്ച് ഇരുത്തിയ സമയത്ത് ചേച്ചി ഇരുന്നോളി എന്നുള്ള ഒരു വാക്കാണ് ആ മോനിൽ നിന്ന് കേട്ടത്. ഞാൻ പറഞ്ഞു വേണ്ട, മോൻ ഇരുന്നോ, കുഴപ്പമില്ല. എൻ്റെ സീറ്റ് ഞാൻ ഒഴിഞ്ഞ് കൊടുത്തിട്ടാണ് ആ മോനെ ഇരുത്തിയത് തന്നെ. അപ്പം ആ മോന് എന്താണ് പറയുക, ഒരു പ്രത്യേക വാത്സല്യമാണ് എനിക്ക് അപ്പം തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, നമ്മളിലധികം പേരും ചിലപ്പോൾ പണ്ടുള്ള ആൾക്കാരായാലും എന്ത് തന്നെയായാലും ചിലപ്പോൾ അവർക്കൊരു ഇത് ഉണ്ടാവുമായിരുന്നു,
എന്തോന്നാണെന്ന്. ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എന്താണ് നമ്മളെ വൈകല്യമുള്ള അംഗവൈകല്യമായാലും അങ്ങനെ ആവുന്നത് പിന്നെ സ്വാഭാവികം അല്ലെങ്കിലും കൂടിയിട്ട് ആണെങ്കിലും കൂടിയിട്ട് ഇപ്പം എന്താണ് ചില മക്കള് കൈയില്ലാത്തതായിട്ടും കാലില്ലാത്തതായിട്ടും ഉള്ള മക്കളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവരെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പറയുന്നതുമല്ല. നമ്മൾ കൂടുതൽ കാര്യം എന്താണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിലൂടെ ഒരു എന്താ പറയുക, നമ്മളിലൂടെ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതുമായിട്ടാണ് വന്നത്. ഒരു എന്താ പറയുക, നമ്മളെ ഒരു ഇതുണ്ടാവില്ലേ, എന്താ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുക. എനിക്ക് മോട്ടിവേഷൻ തരാൻ ആരുമില്ല, പക്ഷെ എന്നാലും ഞാൻ എന്താണ് മാക്സിമം മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സത്യസന്ധമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താന്ന് വെച്ചാൽ പലരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടിയുണ്ട്. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ, അതായത് എൻ്റെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ സമയത്ത് 2 മക്കളുണ്ടായിരുന്നു ആ സ്കൂളിൽ. ഒരു മോനും അതുപോലെ തന്നെ ഒരു മോളും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ മോനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മോൻ്റെ അമ്മയും ചിലപ്പം വരാറുണ്ട്, അതുപോലെ തന്നെ അച്ഛനും വരാറുണ്ട്. അതുപോലെ തന്നെ ഈ മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മയാണ് മിക്കവാറും വരാറുള്ളത്. അപ്പം തന്നെ എന്താ വെച്ചാൽ ഈ മോനെ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വാത്സല്യം തോന്നാറുണ്ട്. ഞാൻ എന്താണ് ഇടയ്ക്ക് ഷേക്ക് ഹാൻഡ് അതുപോലെ തന്നെ ടാറ്റാന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം എന്താ വെച്ചാൽ ആ കുട്ടി പഠിക്കുന്നുണ്ട്, പഠിക്കാനൊക്കെ എന്താണ് എവറേജ് ആയിട്ടായാലും എങ്ങനെ ആയാലും തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ഞാനിതിന് മുമ്പാകെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു പെൺകുട്ടീൻ്റെ കാര്യം. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ആ കുട്ടീൻ്റെ അമ്മയെ ഞാൻ പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ കുട്ടീൻ്റെ അമ്മേനോട് ഞാൻ ചോദിച്ചു, അല്ല മോൾക്ക് എങ്ങനെയുണ്ട്, സുഖമായോ? അപ്പോൾ മുപ്പത്തീൻ്റെ കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് കുട്ടീൻ്റെ പേര് അങ്ങനെ ഓർത്തെടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്തെന്ന് വെച്ചാൽ മോളെ എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നു അങ്ങനെയെന്നൊക്കെ ചോദിച്ച സമയത്ത് മുപ്പത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ തന്നെ എന്താണ് അതായത് ഞങ്ങളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു കുറച്ച് അപ്പുറത്തേക്ക് എങ്ങോട്ടേക്കോ മാറി നിൽക്കുന്ന സ്ഥലമാണ് ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ആ മോളെ കാണാൻ എനിക്ക് അധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചീനെ കണ്ട സമയത്ത്, ആ അമ്മേനെ കണ്ട സമയത്ത് ആ അമ്മേനോട് ചോദിച്ച സമയത്ത് മോളെ അവിടെ ഉണ്ട്, മോളെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ അതോ വേറെ ആരോ ഉണ്ടോയെന്ന് അറിയില്ല, അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടി പറഞ്ഞു, അന്ന സ്ഥലത്തല്ലേ പോകുന്നത്, അപ്പോൾ എനിക്ക് ഒരു ബിരിയാണി വാങ്ങിത്തരണേ അമ്മയെന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ചെറുതായിട്ട് എന്താ പറയുക കണ്ണിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അത് കാരണത്താലൊക്കെ കൂടി തന്നെ എന്താ പറയുക മോതിരം പൗഡർ കാണുന്നുണ്ടോ ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ചിരിക്കാൻ ശ്രമിക്കുന്നതല്ല കേട്ടോ ഞാൻ, എന്താ വെച്ചാൽ എന്തായി പോയതാണ്. സോറി ഗൈസ്. ഞാനിപ്പോൾ ഈ അമ്മേനോട് പറയണമെന്നുണ്ടായിരുന്നു, എനിക്ക് മോളെ കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കൽ ആ അമ്മേനെ കാണുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ആ മോളെ കാണണം എന്ന് അതീവ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഓട്ടിസം അതുപോലെ തന്നെ എന്താ പറയുക ഈ അംഗവൈകല്യം ഒരു കുറവായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങളെ ചിലപ്പോൾ ദൈവം എന്താണെന്ന് വെച്ചാൽ പരീക്ഷിക്കുകയായിരിക്കാം. നിങ്ങൾ ഈ കുട്ടീനെ എങ്ങനെ നോക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണത്തിനായിട്ടായിരിക്കാം ഈ കുഞ്ഞിനെ പിറവി കൊള്ളിക്കുന്നത്. സ്വന്തം മക്കളെ ഒരു അമ്മമാരും അങ്ങനെ ചെയ്യില്ല. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലുള്ള അമ്മമാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഉദാഹരണത്തിനായിട്ട് ഇന്നാള് മരിച്ചുപോയ ഒരു കുഞ്ഞനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക
ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. കേരളമായാലും എവിടെയായാലും തന്നെ നോക്കിയാൽ ഒരുപാട് കാണാനേ ഉള്ളൂ. പിന്നെ ഞാനൊരു എന്താ പറയുക, യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നെയിം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു കുട്ടീൻ്റെ ഇത് കാരണത്താലാണ് എനിക്കൊരു ഇത് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആളെൻ്റെ സബ്സ്ക്രൈബറാണ്. ഞാൻ അങ്ങോട്ടേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഇത് കാരണത്താൽ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു ഇതായിരുന്നു. എന്തെന്ന് വെച്ചാൽ എനിക്ക് അല്ലെങ്കിൽ അത് പറയണമെന്ന്, എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഇത് നമ്മളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ അമ്മമാരും ഒക്കെ കൂടി മോട്ടിവേറ്റായിട്ട് മാറട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അല്ലാതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെന്ന് വെച്ചാൽ പറയാനുള്ളത്, എല്ലാവരും സ്വന്തം മക്കളെ അന്യരെ പോലെ കാണാതെ സ്വന്തം മക്കളായിട്ട്, അതിപ്പോൾ എങ്ങനെയുള്ള മക്കളായാലും നിങ്ങൾ നോക്കണം, നിങ്ങൾ സംരക്ഷിക്കണം. എന്തെങ്കിലും കുറവുകൾ, അത് ആൺകുട്ടികൾക്കായിക്കോട്ടെ പെൺകുട്ടികൾക്കായിക്കോട്ടെ, അത് അന്വേഷിക്കണം. ചിലപ്പം പേടി കാരണം അവരൊന്നും പറയില്ല. അപ്പം ഞാനിവിടെ എൻ്റെ സബ്സ്ക്രൈബറിനെ പരിചയപ്പെടുത്തുന്നു. ആ കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ എന്താണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറ് നടത്തിയ ഒരു ഭാഗമാണ് ഉള്ളത്. അത് യൂട്യൂബിൽ നിന്ന് എടുത്തത് കാരണത്താൽ തന്നെ ഞാനത് എന്ത് ചെയ്യുന്നു, മ്യൂട്ട് ചെയ്തിട്ടാണ് ഇത് ഇടാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തെന്ന് വെച്ചാൽ ഞാനത് സൈഡിലായിട്ട് ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കാം. നിങ്ങളിത് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറിൻ്റെ പേര് ദുവ ലിറ്റിൽ സ്റ്റാർ എന്നാണ് സബ്സ്ക്രൈബറിൻ്റെ മുഴുവനായിട്ടുള്ള പേര്. ദുവ സ്റ്റോറീസ്. ദുവമോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ സമർപ്പിക്കുന്നത്. അതും മാത്രമല്ല, എന്തെന്ന് വെച്ചാൽ ദുവമോൾക്ക് മാത്രമല്ല, അതുപോലെ തന്നെ ദുവമോളെ പോലെ തന്നെ പലരും ഉണ്ടാവില്ലേ, വളർന്നു വരുന്നവരുണ്ടാവില്ലേ. അപ്പം ആ അച്ഛനും അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കൈവിടാതെ നിൽക്കുക. ഓക്കെ, അപ്പം ബൈ ബൈ. അടുത്ത വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇത്രേ പറയാനുള്ളൂ.